ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർ ഷാഹിദയെ സസ്പെൻഡ് ചെയ്തതിനെതിരെ KGM-CTA രംഗത്ത് വന്നു. ഉഷയുടെ ശസ്ത്രക്രിയ കൊച്ചിയിലെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. അമ്പലപ്പുഴ പോലീസാണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്തത്. 2021 ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ലളിതാംബികയും അവരുടെ അസിസ്റ്റന്റുമാണ് ഉഷ ജോസഫിന്റെ വയറിൽ ശസ്ത്രക്രിയ നടത്തിയതെന്ന പരാതിയിൽ പറയുന്നു. ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലളിതാംബികയുടെ പേരിൽ പോലീസ് കേസെടുത്തത്. എന്നാൽ പരാതിയിൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദയുടെ പേരില്ല. ഡോക്ടർ ലളിതാംബികയാണ് ചികിത്സിച്ചതെന്നും ആരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് കൃത്യമായി അറിയില്ലെന്നുമാണ് പരാതി. അതിനാലാണ് പരാതിയിൽ ഷാഹിദയുടെ പേര് പറയാത്തതെന്നും കുടുംബം പറയുന്നു. ശസ്ത്രക്രിയക്കിടെ സ്ത്രീയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതിൽ വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ ധന്യയെയും ഇന്നലെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തു. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. സസ്പെൻഷൻ നടപടിക്കെതിരെ KGM-CTA രംഗത്തെത്തി. അപ്പോൾ ഇതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. അതിനു വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ് വേണ്ടത്. അല്ലാതെ ഈ വാർത്ത വരുന്നതിന് പിന്നാലെ ഡോക്ടറെയോ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ സ്റ്റാഫിനെയോ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇതിനൊരു പരിഹാരം കാണേണ്ടത്. അതേസമയം എറണാകുളം അമൃത ആശുപത്രിയിൽ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. മീഡിയ 1 ആലപ്പുഴ.